നൂറ്റാണ്ടുകളായി ദൈവജനം തങ്ങളുടെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം പിശാചിന് അല്ലെങ്കിൽ ഫറവോന് കീഴിൽ വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യമില്ലാതെ അടിമത്വത്തിൽ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകൾ, കഠിനമായ പീഡനം അനുഭവിച്ച് തങ്ങളെ കൊണ്ടാവും വിധം അതിനെ ചെറുത്തു നിൽക്കാൻ, സഹിച്ചു നിൽക്കാൻ ഒക്കെ ശ്രമിച്ചെങ്കിലും അത് കഴിയാതെ പോകുമ്പോൾ നാളുകളായി അവർ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരുടെ കഷ്ടത കണ്ടു. അവർ തന്നെ തെറ്റിലേക്ക്, പാപത്തിലേക്ക്, ശാപത്തിലേക്ക് പോയതാണ്. ദൈവം അവരെ തള്ളിവിട്ടതല്ല. അവർ തന്നെ പോയ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന ഉയർത്തിയപ്പോൾ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥന നിർത്തിയില്ല, 2 ദിവസം കൊണ്ട് നിർത്തിയില്ല. തുടർമാനമായി ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ വാഗ്ദാനമാണത്. സർവശക്തനായ ദൈവം നിലവിളി കേട്ട് പാപത്തിൽ നിന്നും ജനം പിന്തിരിഞ്ഞ ജനത്തിന്റെ നിലവിളി കേട്ട് കഷ്ടത കണ്ട ദൈവം അവരിലേക്ക് തിരിഞ്ഞ് അവർക്ക് വേണ്ടി ഒരു വിമോചകനായി ഒരുവനെ എഴുന്നേൽപ്പിക്കാൻ തീരുമാനിച്ചു. അവന്റെ പേരാണ് മോശ. മോശ എന്ന വ്യക്തി കഴിഞ്ഞ 40 വർഷമായി മരുഭൂമിയിൽ അമ്മായപ്പനായി ത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ജീവിക്കുകയാണ്. 100 കണക്കിന് ആടുകളെ മേയിച്ച് അദ്ദേഹം ചിന്തിച്ചു, ഇത് നല്ലൊരു ബിസിനസ് ആണല്ലോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആട്ടിടയനായി എനിക്ക് മാറണം, ഈ ബിസിനസ് കൊള്ളാം, ഇത് വിശാലമാക്കാം എന്ന് ചിന്തിച്ച് അദ്ദേഹം തുടർന്നെങ്കിൽ ആടുകളെ പരിപാലിച്ചു കൊണ്ട് നടന്ന ഈ ദിവസങ്ങളെ ദൈവം മനസ്സിലാക്കി, മോനെ, ഈ ആടുകളെ പരിപാലിച്ച് നീ ചിലത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ദിവസങ്ങളിൽ ഞാൻ നിന്നെ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനെന്നോ, 100 കണക്കിന് ആടുകളെ മേയ്ക്കുന്ന നിനക്ക് ലക്ഷക്കണക്കിന് ആളുകളെ മേയ്ക്കാൻ ഒരു നിയോഗം വരാൻ പോവുകയാണ്. നിന്നെ നൈൽ നദിയിൽ മുക്കിക്കൊല്ലാതെ, ഏതെങ്കിലും മിഥ്യാന്റെ കയ്യിൽ, ഫറവോന്റെ കീഴിൽ നീ തീർന്ന ഏതെങ്കിലും മരുഭൂമിയിൽ നീ അലിഞ്ഞു തീരാതെ, മരിച്ച മണ്ണടിയാതെ, പുഴുവിനെ കൃമിക്ക് അടിമയാകാതെ നിന്നെ ഞാൻ ശേഷിപ്പിച്ചതിന്റെ പിന്നിൽ ഇന്ന് ഈ തീ കാണിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ നാളുകളിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കി ഇതുവരെ ഈ നിമിഷം വരെ നമ്മെ നടത്തിയ, നമ്മെ പുലർത്തിയ കർത്താവ് പറയുകയാണ്, ഇതുവരെ ഈ നിമിഷം വരെ നമ്മെ കൊണ്ടുവന്നത് ദൈവത്തിന് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ, ദൈവത്തിന് ചില നിയോഗങ്ങൾ നമ്മുടെ മേൽ കൈമാറാൻ, ഇനിയും ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ചില പദ്ധതികൾ നിന്റെ പൊളിഞ്ഞു പോയിരിക്കാം, ചില പ്ലാനുകൾ തകർന്നു പോയിരിക്കാം, ഇതുവരെ ഒന്നും ശരിയായില്ലെന്ന് ചിന്തിക്കാം. എനിക്ക് നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് വ്യക്തമായ, ശക്തമായ, വിശുദ്ധമായ, മാറ്റമില്ലാത്ത ഒരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്.